ചോളന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ആയിരുന്നു? ആനയച്ച്. കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയങ്ങൾ ആയി കണക്കാക്കപ്പെട്ടിരുന്നത് രാശി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്വർണ്ണ നാണയങ്ങൾ ആയി അറിയപ്പെട്ടിരുന്നത് അനന്തവരാഹം, അനന്തരായൻ പണം. തുളുക്കാശ് ഏത് സുൽത്താന്മാരുടെ നാണയം ആയിരുന്നു? മധുര. വീരരായൻ പുത്തൻ പണം ആരുടേത് ആയിരുന്നു? സാമൂതിരിമാരുടെ. ഉണ്ണിയാടി ചരിതം എന്ന കാവ്യകൃതിയിൽ പരാമർശിക്കുന്ന നാണയം ഏത്? തുളുക്കാശ്. ഉണ്ണിയാടി ചരിതം രചിക്കപ്പെട്ടത് എന്ന്? 14-ാം ശതകത്തിൻ്റെ അന്ത്യപാദത്തിൽ. ഉണ്ണിയാടി ചരിതത്തിൻ്റെ രചയിതാവ് ആര്? ദാമോദര ചാക്യാർ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? തിരുവനന്തപുരം. പ്രാചീന കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്ന സിലോൺ നാണയങ്ങൾ ഏതായിരുന്നു? ഈഴക്കാശ്.